ഉയർന്ന നെഞ്ചെടുപ്പോടെയാണ് പാർവതി വാതിൽ തുറന്നത്. ഈ ജോലി തനിക്കേറെ അത്യാവശ്യമാണ്. എങ്ങനെയും പുതിയ MDയോട് സംസാരിച്ച് ജോലിയിൽ തുടരണം. മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് ഉറപ്പിച്ച് വാതിൽ തുറക്കുമ്പോൾ മുന്നിലിരിക്കുന്ന മനുഷ്യനോട് സംസാരിക്കുന്ന ഗംഗാധരൻ സാറിനെ കണ്ടു. ആ, പാർവതി വന്നോ? സർ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി, പാർവതി. ഇത് പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പാർവതി. വെളുത്ത് അല്പം തടിച്ച മധ്യവയസ്കനായ ഒരു മനുഷ്യൻ. കോട്ടും സൂട്ടാണ് വേഷം. കട്ടിയുള്ള കറുത്ത മുടിയും മീശയുമുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഏതോ ബിസിനസ്മാൻ ആണെന്ന്. അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചതും ഉള്ളിലെ പേടി മറച്ചു വെച്ച് അവളും ഒന്ന് പുഞ്ചിരിച്ചു. പാർവതി, ഇതാണ് നമ്മുടെ സ്കൂൾ വാങ്ങിയ സർ, ബാലചന്ദ്രൻ സാർ. അയാളെ നോക്കി പാർവതിയോടായി ഗംഗാധരൻ പറയുമ്പോൾ അയാളെ നോക്കി ഒന്നുകൂടി പുഞ്ചിരിച്ചു പാർവതി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ പാർവതി. അല്ലേ? അതെ സർ. മിടുക്കിയാ സർ. ഇവിടെ അടുത്ത് തന്നെയാണ് വീടും. ഒരു പാവം കുട്ടിയാ. പാർവതിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ആവേശത്തോടെ ഗംഗാധരൻ പറഞ്ഞു. കുട്ടിയുടെ കാര്യം ഗംഗാധരൻ പറയണം, പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതെന്താ സർ അങ്ങനെ പറഞ്ഞേ? മറ്റൊന്നും കൊണ്ടല്ല മിസ്റ്റർ ഗംഗാധരൻ. ഞാൻ ഇന്നിവിടെ വന്നത് വെറുതെ സ്കൂളും പരിസരമൊക്കെ ഒന്ന് കാണാനാ. അല്ലാതെ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള വരവല്ല. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ UK പോകണം. ഇനിയുള്ള 6 മാസം ഞാൻ അവിടെയാണ്. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാത്തത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഞങ്ങൾ ബിസിനസ്സിൻ്റെ 60% വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഞാനും മകനും കൂടിയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും പരസ്പരം അംഗീകരിച്ച ഒരു എഗ്രിമെൻറ്റാണ്. അതായത് വർഷത്തിൽ 6 മാസം ഞാൻ ഇവിടെയെങ്കിൽ അവൻ അവിടെ, അവൻ ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. എൻ്റെ 6 മാസത്തെ കാലാവധി നാളെ കഴിയുക. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഞാൻ തിരിച്ചു പോകുക. ഇനി ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് മകനാ. അവൻ ഈ ആഴ്ച വരും, മേ ബി നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പാർവതിയുടെ വിഷയത്തിൽ തീരുമാനം എടുക്കാത്തത്. അവൻ വന്ന് തീരുമാനിക്കട്ടെ. സാറിൻ്റെ ഫാമിലിയൊക്കെ? പെട്ടെന്നാണ് ഗംഗാധരൻ ആ ചോദ്യം ചോദിച്ചത്. എൻ്റെ വൈഫ് നിത, അവൾ ഡോക്ടറാണ്. ഞങ്ങൾക്ക് UK-യിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ MDയാണ് നിത. ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഒത്തിരി ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നീതയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഡോക്ടേഴ്സാണ്. നീത പഠിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. ഞങ്ങളുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് എൻ്റെ ബിസിനസ്സൊക്കെ ഇവിടെ ആയതുകൊണ്ട് നീത ഇവിടെ സെറ്റിലാകാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ എന്തുണ്ടായി സാർ? പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ. വിവാഹം കഴിഞ്ഞ നാളുകളിൽ വളരെ സന്തോഷപൂർവ്വമായിരുന്നു. ആ ഇടയ്ക്ക നീത പ്രഗ്നൻ്റ് ആവുന്നത്. ഇരട്ടി മധുരം പോലെ നമുക്ക് 2 ആൺകുട്ടികളും ജനിച്ചു. ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾക്ക് 2 പേർക്കും പനി വരുന്നത്. അന്നവർക്ക് 3 വയസ്സായിരുന്നു പ്രായം. പനി കൂടി 2 പേരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞതും അതിൽ ഒരാൾ പോയി എന്ന വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. നീതക്ക് അത് വളരെ വലിയ ഷോക്കായിരുന്നു. ഇവൾക്ക് മാത്രമല്ല, എനിക്കും. അതിലുപരി അപ്പുവിനും. അവൻ്റെ നിഴലായി ജനിച്ചപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ പോയത്. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും അപ്പു കൂടുതൽ സൈലൻ്റായി വന്നു. അതുകൊണ്ടാണ് നീത അവനുമായി തിരിച്ച് UK-യിലേക്ക് തന്നെ പോയത്. അവിടെ പോയതും അവിടുത്തെ അറ്റ്മോസ്ഫിയർ നീതയെയും അപ്പുവിനെയും ഒത്തിരി മാറ്റി. അതുകൊണ്ട് തന്നെ നീത അവിടുത്തെ അവരുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പുവിനെ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചു. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് പോകും. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നല്ലേ. 2 പേരിൽ ഒരാൾ പോയെങ്കിലും അപ്പു മിടുക്കനായി തന്നെ വളർന്നു. ദേഷ്യവും വാശിയും ഒത്തിരി കൂടുതലാണെങ്കിലും ആളൊരു പാവ. അതുകൊണ്ട് തന്നെ പാർവതിയുടെ കാര്യത്തിൽ അവൻ എന്തായാലും ഒന്നും എതിർത്തൊന്നും പറയാൻ ചാൻസ് ഇല്ല. സാറിന് ഇപ്പോൾ ഈ അപ്പു മാത്രമേ ഉള്ളൂ? 2 പേരിൽ ഒരാൾ പോയതുകൊണ്ട് നീതയ്ക്ക് പിന്നീടൊരു കുഞ്ഞ് വേണ്ട എന്ന അഭിപ്രായമായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ സ്നേഹം കൊടുത്ത് അപ്പുവിനെ അങ്ങ് വളർത്തി. ഈ അപ്പുവിന് ഞങ്ങൾ മാത്രമേ വിളിക്കൂട്ടോ. ഒഫീഷ്യൽ നെയിം ആകാശ് എന്ന, ആകാശ് വർമ്മ. മെഡിക്കൽ ഫീൽഡിനേക്കാൾ ബിസിനസ്സായിരുന്നു അവന് താല്പര്യം. അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ മുക്കാൽ ടെൻഷനും കുറഞ്ഞു. പക്ഷെ നീത അവിടെ പാടുപെടുക. അതെന്താ സാർ? അത് അപ്പു എൻ്റെ പാത പിന്തുടർന്നപ്പോൾ അവളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു.
അതുകൊണ്ടാ ധൃതി പിടിച്ച് അപ്പുവിൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത്. അപ്പോൾ മകൻ വിവാഹിതനാണോ? അല്ല, എന്നാലെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മകളാ കക്ഷി. അവിടെ തന്നെ പഠിച്ച് വളർന്ന കുട്ടിയാ, ഡോക്ടറാ. മരുമകളായി ശ്രദ്ധ വരുമ്പോൾ അവൾക്കൊരു കൈത്താങ്ങാകുമെന്നാണ് അനീത പറയുന്നത്. എന്നാ സാർ മകൻ്റെ വിവാഹം ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. അവൻ ഇപ്പോഴൊന്ന് പിടി തന്നത്, അതുകൊണ്ട് പിടിച്ച പിടിയാൽ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് വിചാരിച്ചു. 2 മാസം കൂടി കഴിഞ്ഞാൽ അവൻ്റെ എൻഗേജ്മെൻറ്റാ, പാരീസിൽ വെച്ച്. പാരീസിലോ? അതെന്താ? ഒന്നുമില്ല, വെറുതെ വെള്ളത്തിന് നടുവിൽ വെച്ച് ഡിഫറെൻറ്റ് തീമിൽ നടത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചുരുക്കം ചില ഫാമിലി ഫ്രണ്ട്സും ബിസിനസ് ഫ്രണ്ട്സുമായിട്ട് ക്രൂയിസ് ഷിപ്പിൽ വെച്ചാണ് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആണായും പെണ്ണായും ഒരാളല്ലേ ഉള്ളൂ.